പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിന്തകൾ, ആശയങ്ങൾ, സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് പ്രധാനമായും ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ പരിശുദ്ധ പിതാവുമായി നടത്തിയ, പ്രത്യേകിച്ച് അദ്ദേഹം ഈശോ സഭ വൈദികനായിരുന്നല്ലോ, ഈശോ സഭ അംഗമായിരുന്നു. ഈശോ സഭക്കാരുമായി മാർപ്പാപ്പ ആഫ്രിക്കയിലേക്ക് കഴിഞ്ഞ കൊല്ലം നടത്തിയ യാത്രയിൽ, അപ്പസ്തോലിക യാത്രയിൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെയും ദക്ഷിണ സുഡാനിലെയും ഈശോ സഭക്കാരായ വൈദികരുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അവരോട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരൊക്കെ ചോദ്യം ചോദിക്കാനുള്ളൊരു അവസരം കൊടുത്തത് കൊണ്ട് മാർപ്പാപ്പ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അവർ ചോദിച്ചത്: പരിശുദ്ധ പിതാവേ, സൊസൈറ്റി ഓഫ് ജീസസ്, ഈശോ സഭ, ഈശോ സമൂഹം എന്ന് പറയും. സഭയേക്കാൾ വാക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. സന്യാസ സമൂഹങ്ങളൊക്കെ വിളിക്കുമ്പം സഭയെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സമൂഹമെന്നാണ്. സൊസൈറ്റിയാണല്ലോ, സൊസൈറ്റി ഓഫ് ജീസസ്. ഇംഗ്ലീഷിൽ കുഴപ്പമില്ല. മാർപ്പാപ്പയിൽ നിന്നും ലഭിക്കുന്ന മിഷനാണ് ചെയ്യുന്നത്. അങ്ങനെ മാർപ്പാപ്പയോട് വിധേയത്വം പുലർത്തിയുള്ളൊരു പ്രവർത്തനമാണ് അവർക്കുള്ളത്. ഇന്നത്തെ സൊസൈറ്റിക്ക് അങ്ങ് നൽകുന്ന മിഷൻ എന്താണ്? അപ്പം മാർപ്പാപ്പയുടെ സന്ദേശമാണല്ലോ സ്വീകരിക്കുന്നത്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? മാർപ്പാപ്പയുടെ ഉത്തരം ഇങ്ങനെയാണ്: സൊസൈറ്റിയുടെ സാർവത്രിക ദൗത്യം ഒന്നാമതായി ആത്മീയ അഭ്യാസങ്ങളിലൂടെയും വിവേചിക്കലിലൂടെയും ദൈവത്തിലേക്കുള്ള നോട്ടത്തിൽ നിന്നുമാണ് വികസിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. 3 കാര്യങ്ങളാണ് അതിൻ്റെ ആത്മീയ അഭ്യാസങ്ങളുടെ, സ്പിരിച്വൽ എക്സർസൈസസ്. സൊസൈറ്റിയുടെ സ്ഥാപകൻ നൽകിയ നിയമമാണ് അതെല്ലാം. അതിൽ നിന്നും വിവേചിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കാര്യത്തെയും സംഭവത്തെയും വിവേചിക്കുക സുവിശേഷാനുസൃതമായി. പിന്നെ ദൈവത്തെ നോക്കുക, ദൈവത്തിലേക്ക് അതിൽ നിന്ന് വികസിപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് അനുരഞ്ജനത്തിൻ്റെയും നീതിയുടെയും മിഷനാണ് നമ്മൾ ജെസ്യൂട്ടുകാർ ചെയ്യേണ്ടത്. അത് സാധ്യമാകുന്നത് തങ്ങളുടെ അന്തസ്സിന് മുറിവേൽപ്പിക്കപ്പെട്ട ദരിദ്രരും ബഹിഷ്കൃതരുമായി അവരോട് ഒപ്പം നടക്കുന്നതിലൂടെയാണ്. ദരിദ്രരോടും ബഹിഷ്കൃതരോടും. നോക്കിക്കേ, മാർപ്പാപ്പയുടെ മനസ്സെപ്പോഴും ഈ ദരിദ്രരോട് കൂടെ നിൽക്കുന്നു എന്നതാണ് നാം പഠിക്കേണ്ടത്. അത് കർത്താവിൻ്റെ മനസ്സാണ്. അടുത്തൊരു കാര്യം യുവജനങ്ങളാണ്. അപ്പോൾ ഇന്ന് ഇവർ ചെയ്യേണ്ട മിഷൻ, ഇതെല്ലാവരും ചെയ്യേണ്ട മിഷൻ തന്നെയാണ് സത്യത്തിൽ. ഭാവിയുടെ നിർമ്മിതിക്കായി നാം അവർക്കൊപ്പം നടക്കണം. അതുകൊണ്ട് അങ്ങേക്ക് സ്തുതിയുടെ ചൈതന്യത്തിൽ നമ്മുടെ പൊതുഗ്രഹത്തിൻ്റെ പാലനത്തിനായി സഹകരിക്കുന്നതാണ് ദൗത്യം. ഇത് മാർപ്പാപ്പ എഴുതി. പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങേക്ക് സ്തുതി എന്നുള്ളത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ആധികാരിക രേഖയാണ്. അപ്പോൾ അതിൻ്റെ ചൈതന്യത്തിൽ നമ്മുടെ പൊതുഗ്രഹത്തിൻ്റെ പാലനത്തിനായി സഹകരിക്കണം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാർപ്പാപ്പ പറയുകയാണ്. പരിസ്ഥിതിയുടെ കാര്യങ്ങൾ ഞാൻ അവരെ അംഗീകരിച്ചു. ഇനി ഈശോ സഭക്കാർ അവയെ ഓരോ പ്രദേശത്തിനും ഏറ്റവും അനുയോജ്യമായ വിധത്തിലും പ്രായോഗികമായ വിധത്തിലും നടപ്പാക്കണം. എനിക്ക് കൃത്യം എല്ലാവരും എല്ലാ സ്ഥലത്തും ഒരുപോലെ എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇതെല്ലാ ആളുകളിലേക്കും വരേണ്ടതാണ്. ഈശോ സമൂഹത്തിൽപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ പ്രദേശത്തിനും ഏറ്റവും അനുയോജ്യമായ വിധത്തിലും പ്രായോഗികമായ രീതിയിലും നടപ്പാക്കണം. കേവലം താത്വികമോ സത്താപരമായ വിധത്തിലോ ആകരുത്. വെറും തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായ കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ നിങ്ങൾ കോങ്കോയ്ക്ക് ചേർന്ന വിധം ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് മാർപ്പാപ്പ അവരോട് പറഞ്ഞത്. മറ്റൊരു കാര്യം, സംഘർഷത്തിൻ്റെയും വിഭാഗീയ പോരാട്ടങ്ങളുടെയും വിഷയങ്ങൾ ഇവിടെ ശക്തമാണ്. എല്ലായിടത്തും ഉണ്ട്. ലോകമെമ്പാടും സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, വിഭാഗീയ പോരാട്ടങ്ങൾ. എന്നാൽ നമുക്ക് ലോകത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കാം. ലോകത്തിലാകെ യുദ്ധമാണ്. അവിടെയുണ്ട് എല്ലായിടത്തും. 12 വർഷമായി സിറിയ യുദ്ധത്തിൽ കഴിയുകയാണ്.
അടുത്തത് യമൻ, മ്യാൻമാറിൽ റോഹിംഗ്യ നാടകം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ലത്തീൻ അമേരിക്കയിൽ പോലും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമുണ്ട്. അടുത്തത് ഉക്രൈനിലാണ് നടക്കുന്ന യുദ്ധം. ലോകത്തിലാകെ യുദ്ധമാണ്. മാർപ്പാപ്പ പറയും, യുദ്ധത്തെപ്പറ്റി എപ്പോഴും വേദനയോടെയാണ് മാർപ്പാപ്പ സംസാരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കണം. ഞാൻ സ്വയം ചോദിക്കാറുണ്ട്, മാനവകുലത്തിന് തിരിഞ്ഞു നോക്കുന്നതിനുള്ള ധൈര്യമോ കരുത്തോ അവസരം പോലുമോ ഉണ്ടാകുമോ? ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുകയും അണുയുദ്ധം ഉണ്ടാകുകയൊക്കെ ചെയ്താൽ നമുക്കറിയാം ലോകം മുഴുവൻ നശിക്കുമോ? തിരിഞ്ഞു പോകാനും വരാത്തൊരവസ്ഥ വരികയല്ലേ? പേടിക്കുന്നു എന്നാണ്. അപ്പോൾ ലോകം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നു, അത്യഘാതത്തിലേക്കാണ് പോകുന്നത്. വേദനയോടെ പാപ്പ പറയുകയാണ്, എനിക്കറിയില്ല. അതുകൊണ്ട് അത് ഞാൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, ഇക്കാര്യത്തിൽ ഞാൻ ഇത്തിരി ദോഷൈകതീർക്കാണ്. എല്ലാം അപകടകരമായി പോകുന്നു എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇന്നത്തെ പ്രധാന വിഷയം ആയുധ നിർമ്മാണമാണെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയം പറയുകയാണ്, മിഷൻ ആയുധ നിർമ്മാണമാണ്. ലോകത്ത് ദാരിദ്ര്യം എത്ര ഭീകരമാണ്, എന്നാൽ നാം ആയുധ നിർമ്മാണം തുടരുന്നു. ഈ ദുരന്തത്തിൽ നിന്നും തിരിച്ചു വരിക എളുപ്പമല്ല. നാം സംസാരിക്കുന്ന ആറ്റമിക് ആയുധങ്ങളെക്കുറിച്ചല്ല. ഞാൻ ഇപ്പോഴും പ്രേരണകളിൽ വിശ്വസിക്കുന്നു. ക്രൈസ്തവരായ നാം കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് ഏറെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ അതിക്രമങ്ങളുടെ കഥകൾ എന്നെ വല്ലാതെ അലട്ടുന്നു. പിന്നെ തുടർന്ന് പറയുകയാണ്, പ്രത്യേകിച്ചും ക്രൂരതയുടെ കഥകൾ. ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ക്രൂരതയുടെ കഥകളാണ് ലോകത്ത് നടക്കുന്ന യുദ്ധമുഖങ്ങളിൽ നിന്നും കേൾക്കുന്നത്. കൊല നടക്കുന്നു എന്നല്ല, അവ അതിക്രൂരമായി നടത്തുന്നു എന്നതാണ്. ഞാനിതെല്ലാം കേൾക്കുന്നത് ആദ്യമാണ്. മാർപ്പാപ്പ പറയും, ഇത് എന്നെ ചിന്തിക്കുവാൻ വിഷയം തരുന്നു. ഉക്രൈനിൽ വരുന്ന കഥകളും ക്രൂരതയുടെ കഥകൾ പറയുന്നു. ഇവിടെ കോങ്കോയിൽ ഇരകളുടെ സാക്ഷ്യങ്ങളിൽ നിന്നും നാം അത് നേരിട്ട് കഴിഞ്ഞല്ലോ, അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ അവസരത്തിൽ. അപ്പം പിന്നെ ഇപ്പോൾ നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ യുദ്ധങ്ങളുടെ കാര്യവും നമുക്കറിയാം. 1 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മാർപ്പാപ്പയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ മിഷനിൽ പ്രാർത്ഥന വഴിയും മറ്റ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ വഴിയും പരിഹരിക്കേണ്ടതാണ് എന്ന് ഈ അച്ഛന്മാരോട്, ജെസ്യൂട്ട് സമൂഹത്തോട് മാർപ്പാപ്പ പറഞ്ഞു. മറ്റൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത്, പാത്രിയാർക്കീസ് ബർത്തലോമിയായുമായി അങ്ങയുടെ ബന്ധം വളരെ നല്ലതാണ്. ബർത്തലോമിയ ഓർത്തഡോക്സ് പാത്രിയാർക്കയാണ്, നമുക്കറിയാമല്ലോ. 2025 നടക്കുന്ന 1-ാം നിക്യാ സുനദോസിൻ്റെ 1700ാമത് വാർഷികത്തിനായി സഭ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്നതാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചത്. നമുക്കറിയാം, നിക്യാ സുനദോസ് എല്ലാ സഭകളും കൂടെ ചേർന്ന നമ്മുടെ വിശ്വാസ പ്രമാണം രൂപീകരിച്ചതാണ്, കൃത്യമായി നിർവചിച്ചതാണ്. അതിൻ്റെ 1700ാം വാർഷികമാണ് 2025. അതിൽ ബർത്തലോമിയോ പാത്രിയാർക്കീസും വരുമെന്നാണ്, ഒന്നിച്ച് അവരെ മുന്നോട്ട് പോകുമെന്നാണ് കേൾക്കുന്നത്. അതേപ്പറ്റിയാണ് ഈ വൈദികർ ചോദിച്ചത്. അതിന് മാർപ്പാപ്പയുടെ ഉത്തരം ഇങ്ങനെയാണ്, നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നും സൂചന സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ദിവംഗതനായ മഹാനായ ഒരു ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനെക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് ആ കാലഘട്ടത്തിൽ അടുത്ത കാലത്ത് മരിച്ച ഒരു ദൈവശാസ്ത്രജ്ഞൻ്റെ കാര്യം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ സിസിയോബുലാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പെർഗാമയിലെ മെത്രാപ്പൊലിത്ത ആയിരുന്നു. ദൈവശാസ്ത്രജ്ഞനാണ്, മെത്രാപ്പൊലിത്തയാണ്. എൻ്റെ ചാക്രിയ ലേഖനം അങ്ങേക്ക് സ്തുതിയെക്കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹം വത്തിക്കാനിലെത്തിയിരുന്നു. മാർപ്പാപ്പ എഴുതിയ ഒരു മനോഹരമായ ചാക്രിയ ലേഖനമാണ് അങ്ങേക്ക് സ്തുതി എന്നത്. പരിസ്ഥിതിയെക്കുറിച്ചാണ്. അതേക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം വത്തിക്കാനിലെത്തിയിരുന്നു. യുഗാന്ത ദൈവശാസ്ത്രത്തിൽ ഏറെ ആഴമുള്ള ദൈവശാസ്ത്രജ്ഞനാണ് ഈ പെർഗമാമിലെ മെത്രാപ്പൊലിത്ത സിസിയോബുലാസ് എന്ന് നമുക്ക് അറിയാം. ക്രൈസ്തവ ഐക്യം എന്നാവും സംഭവിക്കുക എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ വിഭജിച്ച് നിൽക്കുകയാണല്ലോ ക്രൈസ്തവരെല്ലാം, എന്നാണ് ഐക്യമുണ്ടാവുക? അദ്ദേഹം നല്ല ശുഭാപ്തി വിശ്വാസത്തോടും എന്നാൽ സൂക്ഷ്മമായ വ്യാജോക്തിയോടെയും പറഞ്ഞു, ലോകാവസാനത്തിലാണ്. അത് മനോഹരമാണ് ആ ചിന്ത. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ വിഭജിച്ച് നിൽക്കുകയാണല്ലോ,
ലോകാവസാനം. അദ്ദേഹത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന് പറഞ്ഞിട്ട് മാർപ്പാപ്പ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ആ ചോദ്യത്തിനൊരു ഉത്തരം ഇങ്ങനെ പറഞ്ഞതാണ്. 2025 ഒരു സമ്മേളനത്തിനായി നാം തയ്യാറെടുക്കുന്നുണ്ട്. ബർത്തലോമിയോ പാത്രാക്കീസുമായി ഈസ്റ്റർ സംബന്ധിച്ച് ഒരു പൊതുധാരണയിലെത്തുവാൻ നാം പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയില്ല, ക്രിസ്മസ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നത്, ഈസ്റ്റർ 2 ദിവസമാണ് എന്നൊരു ധാരണ വന്നിട്ടില്ല. 2025 2 സഭകളിലും ഒരു ദിവസമാണ് ആ തിരുനാൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം ഭാവിക്ക് വേണ്ടി ഒരു ധാരണയിലെത്താനാകുമോ എന്ന്. അതുവഴി എന്നും എല്ലാ ക്രിസ്ത്യ സമൂഹങ്ങളും ഒരു ദിവസം തന്നെ ഈസ്റ്റർ ആഘോഷിക്കുന്ന കാര്യം. ഈ കൗൺസിൽ സഹോദരന്മാരെ പോലെ കൊണ്ടാടുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഓർക്കുക, എത്രയോ കാലത്തിന് ശേഷം ഒരു മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ഒരു പാത്രാക്കീസാണ് ബർത്തലോമിയോ പിതാവ്. അപ്പം അതാണ് ഒരു പ്രതീക്ഷയോടു കൂടിയാണ് പറയുന്നത്. അതേസമയം അത്ര എളുപ്പമുള്ള കാര്യമല്ല, പല കാര്യങ്ങളിലും യോജിപ്പുണ്ടാകണം. അങ്ങനെയാണ് എക്കുമെനിസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരാനിടയാകുന്നത്, സഭകളുടെ ഐക്യം. മൂന്നാമത്തെ പോയിൻ്റ്, ഒരു ചോദ്യം ചോദിച്ചത്, വ്രതമെടുത്ത ഒരു ഈശോ സഭാംഗം എന്ന നിലയിൽ സഭയിൽ അധികാര പദവികളൊന്നും മോഹിക്കില്ലെന്ന് വ്രതമെടുത്തവനാണ് അങ്ങ്. ഈശോ സഭക്കാരുടെ ഒരു പ്രത്യേക വ്രതമാണ്. സ്ഥാനമാനങ്ങൾ ഒന്നും പാടില്ല. സഭയിൽ അധികാരം എന്ന് പറയുമ്പോൾ മെത്രാൻ ഇതുപോലുള്ള കാര്യങ്ങൾ. മെത്രാൻ സ്ഥാനവും കർദിനാൾ പദവിയും മാർപ്പാപ്പ സ്ഥാനവും സ്വീകരിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച ന്യായം എന്താണ്? ഈശോ സഭക്കാരങ്ങനെ വരരുതെന്നാണല്ലോ തീരുമാനം, വ്രതം. പക്ഷേ അങ്ങ് മെത്രാനായി, കർദിനാളായി, ഇപ്പോൾ മാർപ്പാപ്പയുമായി. അതിലേക്ക് എങ്ങനെയാണ് നയിച്ചത് എന്നതാണ് ഒരു ചോദ്യം. അതിന് മാർപ്പാപ്പ പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാൻ ആത്മാർത്ഥമായാണ് ആ വ്രതം എടുത്തത്. എല്ലാവരും എടുക്കേണ്ട വ്രതം. സാൻ മിഗുവേലിലെ സഹായമെത്രാൻ പദവി എനിക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ ഞാൻ നിരസിച്ചതാണ്. തുടർന്ന് ഉത്തര അർജൻറ്റീനയിലെ കോറിയന്തസ് മേഖലയിൽ ഒരു പ്രദേശത്ത് മെത്രാൻ ആകുവാൻ ആവശ്യപ്പെട്ടു. ആ പദവി ഞാൻ സ്വീകരിക്കുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നതിനായി ഈശോ സഭക്കാരുടെ അവശിഷ്ടങ്ങളുള്ള സ്ഥലമാണ് അതെന്നുവരെ പേപ്പൽ നുൻഷ്യോ വന്ന് പറഞ്ഞു. അവശിഷ്ടങ്ങളുടെ കാവൽക്കാരനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അതും നിരസിച്ചു. ഞാൻ എടുത്ത വ്രതം മൂലമാണ് ഈ 2 നിർദ്ദേശങ്ങളും ഞാൻ തിരസ്കരിച്ചത്. 3-ാം തവണ നുൻസിയോ വന്നത് സുപ്പീരിയർ ജനറൽ ഫാദർ കോൾവൻബാഗ് ഒപ്പിട്ട സമ്മതപത്രവുമായിട്ടാണ്. അവരുടെ സുപ്പീരിയർ ജനറൽ ഈശോ സഭക്കാരുടെ ഒപ്പിട്ട സമ്മതപത്രവുമായിട്ടാണ്. ഞാൻ പദവി സ്വീകരിക്കുന്നതിന് അദ്ദേഹം അംഗീകാരം നൽകിക്കൊണ്ടുള്ളതായിരുന്നു ആ രേഖ. ബുവനോസ് അയറിസിലെ ഒരു സഹായമെത്രാനായിട്ടായിരുന്നു അത്. അനുസരണത്തിൻ്റെ അരൂപിയിൽ ഞാനത് സ്വീകരിച്ചു. തുടർന്ന് എൻ്റെ നഗരത്തിലെ കോഅഡ്ജുത്തോർ ബിഷപ്പായി എന്നെ നിയമിച്ചു. 2001 കർദിനാളാക്കി. കഴിഞ്ഞ കോൺക്ലേവിൽ രൂപതയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങാനായി ഒരു ചെറിയ ബ്രീഫ് കേസുമായിട്ടാണ് ഞാൻ വന്നത്. എന്നാൽ എനിക്ക് നിൽക്കേണ്ടി വന്നു. ഈ വ്രതം സംബന്ധിച്ച് ഈശോ സഭയുടെ വ്യത്യസ്തത ഞാൻ മനസ്സിലാക്കുന്നു. മെത്രാൻ സ്ഥാനം സ്വീകരിക്കുവാതിരിക്കുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകി. എന്തുകൊണ്ട് ഈശോ സഭക്കാരനായ അങ്ങ് ഈ സ്ഥാനങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ മറുപടിയാണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചത്, പരിശുദ്ധ പിതാവേ, കോങ്കോ റിവർ ബേസിൻ ആമസോൺ കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ 2ാമത്തെ ശ്വാസകോശമാണ്, അല്ലെങ്കിൽ ശ്വാസകോശ മേഖലയാണ്. എന്നാൽ ഇന്ന് വനനശീകരണ ഭീഷണിയിലാണ് ഈ സ്ഥലം. പരിസ്ഥിതി മലിനീകരണവും പ്രകൃതി വിഭവങ്ങളുടെ അതിഭീകരവും നിയമവിരുദ്ധവുമായ ചൂഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ആമസോണിനെക്കുറിച്ച് നടന്നതുപോലെ ഒരു സിനഡ് ഇവിടെ സാധ്യമാകുമോ? അതായിരുന്നു അവർ ചോദിച്ചത്. കോങ്കോയുമായി ബന്ധപ്പെട്ടായതുകൊണ്ടാണ് അവർ ചോദിച്ചത്. വലിയ വനപ്രദേശം, അവിടെ ലോകത്തിലെ 2ാമത്തെ വലിയ വനപ്രദേശമാണ്. വന വളർത്താണല്ലോ നമുക്കറിയാമല്ലോ, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന നല്ല വായു കിട്ടുന്നത്
അതുകൊണ്ട് അവിടെയും സിനഡ് നടത്തുമോ എന്നതായിരുന്നു ചോദ്യം. അതിന് മാർപ്പാപ്പ നൽകിയ ഉത്തരം ഇതാണ്: ആമസോണിനെക്കുറിച്ച് നടന്ന സിനഡ് മാതൃകാപരമായിരുന്നു. അവിടെ 4 സ്വപ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്: സാമൂഹികം, സാംസ്കാരികം, പാരിസ്ഥിതികം, സഭാത്മകം. അവ കോങ്കോ ബേസിൻ്റെ കാര്യത്തിലും ബാധകമാണ്. വളരെ സാമ്യമുണ്ട് രണ്ടും തമ്മിൽ. ആമസോണിൻ്റെയും കോങ്കോയുടെയും ജൈവാവസ്ഥയുടെ ആരോഗ്യം ഭൂമിയുടെ ആകെ സന്തുലാവസ്ഥയുടെ വിഷയമാണ്. ഭൂമിയുടെ മുഴുവൻ, നമുക്കറിയാം, ഒരു പ്രദേശം മറ്റുള്ളവയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിൽക്കുന്നത്. കോങ്കോയെക്കുറിച്ച് ഒരു സിനഡ് ഉണ്ടാവില്ല. എങ്കിലും മെത്രാൻ സമിതികൾ രാജ്യത്തിൻ്റെ യാഥാർത്ഥ്യവുമായി കൂടുതൽ ബന്ധപ്പെട്ട രീതിയിൽ സിനഡാത്മകമായി ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് മാർപ്പാപ്പ പറഞ്ഞത്. അടുത്ത ഒരു ചോദ്യം മാർപ്പാപ്പയോട് ഉന്നയിച്ചത്: അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ, അങ്ങ് പത്രോസിൻ്റെ സിംഹാസനം ഉപേക്ഷിക്കുവാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? സൊസൈറ്റിയുടെ ജനറലിൻ്റെ കാര്യം എന്താവും? അദ്ദേഹത്തിൻ്റെ പദവി ജീവിതകാലത്തിനാകെ ആകണമോ? ഇതാണ് ചോദിച്ചത്. എപ്പോഴാണ് രാജിവെക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ്, അവരുടെ നിയമത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ്. മാർപ്പാപ്പ ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ്: ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ രാജിക്കത്ത് എഴുതി കർദിനാൾ ബെർത്തണോയ്ക്ക് കൈമാറിയതാണ്. ഇപ്പോൾ ആ കത്ത് എവിടെയാവുമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് പോകാനാവാത്ത വിധം എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായാൽ, രാജി സമർപ്പിക്കുവാനാവാത്ത വിധം അബോധാവസ്ഥയിലായാൽ ആണ് അതിന് വിലയുണ്ടാവുക. ആ കത്ത് മാർപ്പാപ്പ ആയപ്പോൾ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഞാൻ അബോധാവസ്ഥയിലായാൽ, എനിക്ക് എൻ്റെ ജോലി തുടർന്നു കൊണ്ടുപോകാൻ മേലാത്ത അവസ്ഥയിൽ ഞാൻ രാജിവെക്കുമെന്നുള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വില വരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അതിനർത്ഥം മാർപ്പാപ്പ രാജിവെക്കുന്നത് ഒരു ഫാഷനോ സാധാരണ സംഭവമാകണമെന്നുമല്ല. ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് അതിനുള്ള ധൈര്യമുണ്ടായിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് അത് തുടർന്നു കൊണ്ടുപോകാനാവില്ലെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഇപ്പോൾ അക്കാര്യം എൻ്റെ അജണ്ടയിലില്ല. മാർപ്പാപ്പ രാജിവെക്കുന്ന കാര്യം എൻ്റെ അജണ്ടയിലില്ല. മാർപ്പാപ്പയുടെ ദൗത്യം ജീവിതകാലത്തിനാകെയുള്ളതാണ്. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നത് മരണം വരെ എന്നാണ് നമ്മുടെ ആദ് വീത്താം എന്ന് പറയും വെച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ബോധ്യം. ഞാൻ കരുതുന്നതും അങ്ങനെയാണ്. അങ്ങനെ ആകാതിരിക്കുന്നതിന് ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. മഹാപാത്രിയാർക്കീസ്മാരുടെയും കാര്യം അങ്ങനെയാണ്. പാത്രിയാർക്കീസ്മാർ മരണത്തോടു കൂടിയാണ് അവരുടെ ദൗത്യം തീരുന്നത്. ചരിത്ര പാരമ്പര്യവും സുപ്രധാനമാണ്. നേരെമറിച്ച് നാട്ടിലെ സംസാരങ്ങൾ കേട്ടാൽ 6 മാസം വെച്ച് നമുക്ക് മാർപ്പാപ്പമാരെ മാറേണ്ടി വരും. കാരണം എപ്പോഴാണ് പറയുന്നത് അനുസരിച്ച് കൊണ്ട്. അങ്ങനെയാണ് അതേപ്പറ്റി പറഞ്ഞത്. പിന്നെ ഈശോ സഭയുടെ കാര്യത്തിലും ഞാൻ യാഥാസ്ഥിതികനാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് ജീവിതകാലത്തിനാകെ വേണം. കാരണം ഈശോ സഭയുടെ സുപ്പീരിയർ ജനറൽ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയാണ്. മാർപ്പാപ്പയുടെ കാര്യം പോലെ തന്നെയാണത്. കഴിഞ്ഞ 2 ജനറൽമാരും, അതായത് ഫാദർ കോൾവൻബാഗും ഫാദർ നിക്കോളാസും ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെച്ചു. സൊസൈറ്റിയിലും ജീവിതകാലം മുഴുവനുമുള്ള ജനറൽ എന്ന ആശയത്തിൻ്റെ ഒരു കാരണം തിരഞ്ഞെടുപ്പുകളിലും വിഭാഗ്യതയും നിസ്സംസാരങ്ങളും ഒഴിവാക്കുന്നതുമാണ് എന്ന ചിന്തയാണ് പരിശുദ്ധ പിതാവ് ഇവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് കൂടെ നമുക്ക് മാർപ്പാപ്പയെ മാറാൻ സാധിക്കില്ല. മേലാത്തൊരവസ്ഥ സാഹചര്യം വന്നാൽ വരും. അതിനു വേണ്ടുന്ന രേഖ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മേലാത്ത അവസരം വരുമ്പോൾ കർദിനാളന്മാരുടെ കൺസിസ്റ്ററി അവരാണ് തീരുമാനിക്കേണ്ടത്. അടുത്തൊരു ചോദ്യം: അങ്ങേ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്ന കോങ്കോളീസ് സാംസ്കാരിക അനുരൂപണവും കോങ്കോളീസ് റീത്തും എന്താണ്? ഈ റീത്ത് അങ്ങ് 2 വട്ടം വത്തിക്കാനിൽ കൊണ്ടാടി. കാരണം അവരുടെ സംസ്കാരവുമായി ചേർന്ന ലിറ്റർജിയാണ്.
മൂന്നാം വട്ടം ഇവിടെയും അങ്ങ് ഇത് വളരെ ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. സഭ ഒരു ആശുപത്രിയാണ് എന്ന ആശയത്തെക്കുറിച്ചാണിത്. ഇത് ഒന്ന് വിശദമാക്കാമോ എന്നതാണ് ചോദ്യം. മാർപ്പാപ്പ, ഞാൻ കോങ്കോളീസ് റീത്തിനെ ഇഷ്ടപ്പെടുന്നതിന് കാരണം അതൊരു കലാരൂപമാണ് എന്നതുകൊണ്ടാണ്. ആരാധനക്രമപരവും സംഗീതാത്മകവുമായ ഒരു ഉത്തമ സൃഷ്ടിയാണത്. സഭാത്മക ബോധത്തോടെയും സൗന്ദര്യബോധത്തോടെയുമാണ് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അത് ഒരു അനുരൂപണമല്ല, കാവ്യാത്മകമാണ്, സൃഷ്ടിപരമാണ്, അർത്ഥപൂർണവും കോങ്കോയിലെ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതുമാണ്. അതെനിക്ക് ഇഷ്ടമായി, എനിക്ക് സന്തോഷമായി എന്ന് മാർപ്പാപ്പ പറയുകയായിരുന്നു ആ ലിറ്റർജി അതേപ്പറ്റിയുള്ള ചോദ്യത്തിന്. സഭ ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം എന്നെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിളി തന്നെ ആശുപത്രിയാകുന്നതിനാണ്. മാർപ്പാപ്പ പറയുകയാണ്, സൗഖ്യ ശുശ്രൂഷയ്ക്കാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. കരുതലിനും ജീവനും വേണ്ടിയാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭയിലെ ഏറ്റവും മോശമായ ഒന്ന് അധികാരപ്രമത്തതയാണ്. ഇത് മാർപ്പാപ്പ എപ്പോഴും ശക്തമായി എതിർക്കുന്ന കാര്യമാണ്. അധികാരപ്രമത്തത വൈദികരുടെ ഭാഗത്തു നിന്ന്, മെത്രാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. ലൗകികതയാൽ മുറിവേൽപ്പിക്കപ്പെട്ട സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് അത്. അങ്ങനെ ലൗകിക ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അധികാരപ്രമത്തത ഉണ്ടാകുന്നത്. സഭയുടെ വിളി മുറിവേറ്റ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നാം നേരിടുന്ന യുദ്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ രൂപം കൂടുതൽ പ്രസക്തമായ കാലമാണിത്. മുറിവേറ്റ ജനങ്ങളെ തേടിപ്പോകുന്ന ഒരു ആശുപത്രിയാകണം സഭ. സഭ ഒരു ബഹുരാഷ്ട്ര സ്പിരിച്വാലിറ്റി കോർപ്പറേഷൻ അല്ല. ഭയങ്കര വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ ഓർക്കണം. സഭ ഒരു ബഹുരാഷ്ട്ര സ്പിരിച്വാലിറ്റി കോർപ്പറേഷൻ അല്ല. വിശുദ്ധരെ നോക്കുക, സൗഖ്യപ്പെടുത്തൽ, ലോകമുണ്ടാക്കുന്ന മുറിവുകൾ ശുശ്രൂഷിക്കുക, ജനങ്ങളെ സേവിക്കുക. സേവിക്കുക എന്ന വാക്ക് ഏറെ ഇഗ്നേഷ്യസിനാണ് എന്ന് പറയും. ഇഗ്നേഷ്യസ് ലോയോളയുടെ എല്ലാത്തിലും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നതാണല്ലോ അത്. ഇഗ്നേഷ്യസിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു സഭയെയാണ്. യുദ്ധക്കളത്തിലെ ആശുപത്രി എന്ന പ്രയോഗം മാർപ്പാപ്പ ആദ്യകാലത്ത് തന്നെ പറഞ്ഞു വെച്ചതാണ്. അപ്പം നമ്മുടെ ദൗത്യത്തിൻ്റെ ശുശ്രൂഷയുടെ മാനമാണ്. മാർപ്പാപ്പയോട് ചോദിച്ച ചോദ്യങ്ങൾ വളരെ മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കുറേ ചോദ്യങ്ങൾ കൂടിയുണ്ട്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കാം.